നമസ്കാരം. എടോ, അധികാരത്തിൻ്റെ തണലിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളെ പുച്ഛിക്കുന്ന ഈ പരിപാടി ഇനി അധികകാലം നടക്കില്ല. ഒരു സാധാരണക്കാരൻ്റെ വിയർപ്പിൻ്റെ വിലയറിയാത്ത, അവൻ്റെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത ഒരു ഭരണകൂടം എങ്ങനെയാണ് ജനകീയമെന്ന് അവകാശപ്പെടുന്നത്? വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ ഭയന്ന് ഇപ്പോൾ നിങ്ങൾ നടത്തുന്ന ഈ വിദേശ യാത്രകളും അനാവശ്യ കെട്ടിമറിച്ചിലുകളും വെറും പ്രഹസനമാണെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. സഖാക്കൾ സൈബർ ഇടങ്ങളിൽ പടച്ചുവിടുന്ന ആ പഴയ ക്യാപ്സുകളുകളൊന്നും ഇനി വിപണിയിൽ ചെലവാകില്ല. ഒഴിഞ്ഞ കസേരകൾ AI കൊണ്ട് നിറച്ചാലും ജനങ്ങളുടെ മനസ്സിൻ്റെ ഒഴിഞ്ഞ ഇടം നിങ്ങളെ കൊണ്ടിനി ഒരിക്കലും നികത്താൻ കഴിയില്ല. ഇത്രയേറെ നാണം കെട്ടിട്ടും ജനങ്ങളുടെ മുഖത്ത് നോക്കി വീണ്ടും ഭരണം പിടിക്കുമെന്ന് പറയാൻ പ്രത്യേകമൊരു ഉളുപ്പില്ലായ്മ തന്നെ വേണം. പ്രളയം വന്നപ്പോൾ കേരളം മുഴുവൻ കൈകോർത്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാനായിരുന്നു. വാർദ്ധക്യകാല പെൻഷൻ മാറ്റിവെച്ചും ആടുകളെ വിറ്റും പാവങ്ങൾ നൽകി ആ കോടികൾ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ല. ഓഡിറ്റ് ചോദിച്ചാൽ അത് വികസന വിരോധം, കണക്ക് ചോദിച്ചാൽ മാധ്യമ വേട്ടയാടൽ. ഇതിനിടയിൽ സ്വന്തം കുടുംബത്തെയും കൂട്ടി വിദേശ രാജ്യങ്ങളിൽ കറങ്ങി നടക്കാനും അവിടെയുള്ള ആഡംബരങ്ങൾ ആസ്വദിക്കാനും നിങ്ങൾക്കൊട്ടും മടിയും ഉണ്ടായില്ല. കടം വാങ്ങി മുടിഞ്ഞ ഒരു സംസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്ന് ഇത്രയും ദൂർത്ത് നടത്താൻ എങ്ങനെ മനസ്സ് വരുന്നു? കടമെടുത്ത് നട്ടലൊടിഞ്ഞ ഒരു സാധാരണക്കാരൻ ഇവിടെ പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്യുമ്പോൾ നിങ്ങൾ വിദേശത്തെ റോഡുകളുടെ നിലവാരത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയാണ്. ഇതിനെയാണോ ജനക്ഷേമം എന്ന് വിളിക്കുന്നത്? അറിയാൻ വേണ്ടി ചോദിച്ചാണ്, ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ആശാ വർക്കർമാരും സാധാരണ തൊഴിലാളികളും തെരുവിൽ സമരം ചെയ്യുമ്പോൾ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നിങ്ങൾക്ക് സമയമില്ല. അവരുടെ പ്രാക്കും കണ്ണീരും വീണ ഈ മണ്ണിൽ ഇനി വികസനത്തിൻ്റെ വിത്തുപാകാമെന്ന് നിങ്ങൾ ഇനി കരുതുകയേ വേണ്ട. ₹1 പെൻഷൻ പോലും കൃത്യമായി കൊടുക്കാൻ കഴിയാത്തവർ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വോട്ട് ലക്ഷ്യമിട്ട് 1000 രൂപ എറിഞ്ഞു കൊടുക്കുന്നത് കാണുമ്പോൾ ചിരിക്കണോ കരയണോ എന്ന് അറിയത്തില്ല. അതും എന്തോ ഒരു ഔദാര്യം പോലെ. ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഔദാര്യമൊന്നുമല്ല, മറിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം തന്നെയാണ്. ഇത്രയും കാലം ജനങ്ങളെ പട്ടിണിക്കിട്ട് വോട്ടിന് തൊട്ടുമുമ്പ് നടത്തുന്ന ഈ ഉഡായ്പ തിരിച്ചറിയാൻ മാത്രം ബോധം മലയാളികൾക്കെല്ലാം ഉണ്ട്. PR ഏജൻസികളെ വെച്ച് എത്രയൊക്കെ വെള്ള പൂശിയാലും സാധാരണക്കാരൻ്റെ അടുക്കളയിൽ കത്തുന്ന ദാരിദ്ര്യത്തിൻ്റെ കറ മായ്ക്കാൻ നിങ്ങൾക്കൊരിക്കലും ആവില്ല. ബാറുകളുടെ സമയം അർദ്ധരാത്രി വരെ നീട്ടിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നാടിൻ്റെ സംസ്കാരം വളർത്താനോ അതോ ഖജനാവ് നിറയ്ക്കാനോ? കുടുംബങ്ങൾ തകരട്ടെ, യുവതലമുറ മദ്യത്തിന് അടിമപ്പെട്ടിട്ടെ, ഞങ്ങൾക്ക് പണം കിട്ടിയാൽ മതി എന്ന ക്രൂരമായ നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് കുടപിടിക്കുന്ന ഈ ഭരണകൂടം നാടിന് തന്നെ ഒരു ശാപമായി മാറിയിരിക്കുന്നു. മാധ്യമങ്ങൾ വല്ലതും സത്യം വിളിച്ചു പറഞ്ഞാൽ ഉടനെ അവരെ വേട്ടയാടാൻ ഇറങ്ങുന്ന സൈബർ ഗുണ്ടകളും പോലീസും. മതം നോക്കാതെ എല്ലാവരും ഭക്തിയോടെ കാണുന്ന ഒരു പുണ്യഭൂമിയെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ തുടങ്ങിയതാണ് നിങ്ങളുടെ ശനിദശ. വിശ്വാസികളെ തല്ലിച്ചതച്ചും പരിഹസിച്ചും സ്വർണം കെട്ടുമുടിച്ചും നിങ്ങൾ ആനന്ദിച്ചു. പക്ഷേ വിശ്വാസികളുടെ ആ മനോവിഷമം ദൈവം കാണാതിരിക്കില്ലടോ. വോട്ടിനു വേണ്ടി ഏത് അവിശുദ്ധ കൂട്ടുകെട്ടിനും തയ്യാറാകുന്ന നിങ്ങൾ ഭരണത്തിൽ തുടരാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ട് ഞങ്ങൾ മടുത്തു. ജനങ്ങളുടെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. സഹിച്ച് ഞങ്ങൾ മടുത്തു കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്നത് മാറ്റത്തിൻ്റെ കാറ്റല്ല, കൊടുങ്കാറ്റാണ്. ആ കൊടുങ്കാറ്റ് നിങ്ങളുടെ ഈ അഹങ്കാരത്തിൻ്റെ കോട്ടകൾ തകർന്നടിയും. നാണം കെട്ട ഈ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ? HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.